നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് അറുതി. 12 ദിവസത്തെ തീരാക്കണ്ണീരിന് ആശ്വാസം. ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ മധ്യസ്ഥതയ്ക്ക് കൈകൊടുത്ത് ഇറാനും ഇസ്രായേലും. ഇരു രാജ്യങ്ങളും ധാരണ ലംഘിക്കരുതെന്ന് ദി ട്രൂത്തിൽ ട്രംപിന്റെ അഭ്യർത്ഥന. ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. മധ്യസ്ഥ ചർച്ചയിൽ പ്രധാന പങ്കാളിയായത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപും കനത്ത പ്രത്യാക്രമണങ്ങൾ നടത്തി ഇറാനും ഇസ്രായേലും. ടെഹ്റാനിൽ കനത്ത നാശനഷ്ടം. ഇസ്രായേലിന്റെ കിഴക്കൻ പട്ടണമായ ബിർഷെബയിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണ പരമ്പര. 4 മരണം, 22-ലേറെ പേർക്ക് പരിക്ക്. വ്യോമപാത തുറന്ന് ഇസ്രായേൽ. കേന്ദ്ര സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള കരാറിന് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയ്ക്ക് വിട നൽകാൻ നാട്. മൃതദേഹം നാട്ടിലെത്തിച്ചു. പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം. സംസ്കാരം വൈകുന്നേരം 4:30 തിരുവല്ല പുല്ലാട്ടെ വീട്ടുവളപ്പിൽ. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം. കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജം പകർന്നെന്ന് പ്രധാനമന്ത്രി. ഇന്ന് രാജ്യത്തിന്റെ ഇതിഹാസം ഓർമ്മപ്പെടുത്തുന്ന ദിനമെന്നും മോദി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയ ആശുപത്രി അധികൃതർ. VSനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. ഒടുവിൽ ട്രംപിന്റെ വെടിനിർത്തൽ മധ്യസ്ഥതയ്ക്ക് കൈകൊടുത്ത ഇറാനും ഇസ്രായേലും. പൂർണ്ണമായുള്ള വെടിനിർത്തലിലേക്ക് ഇന്ന് ഇരു രാജ്യങ്ങളും കടക്കുമെന്ന് ട്രംപ് രാവിലെ ദി ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ധാരണ നിലവിൽ വരുന്നത്. ധാരണ ലംഘിക്കരുതെന്ന് ട്രംപ് അഭ്യർത്ഥിച്ചിരുന്നു. വെടിനിർത്തലിന് ആദ്യം പ്രതികരിച്ച ഇറാൻ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിലേക്ക് ഇറാന്റെ അവസാനവട്ട മിസൈൽ പരമ്പരയും വർഷിച്ചു. കഴിഞ്ഞ 1 മണിക്കൂറിനകമാണ് വെടിനിർത്തലിന് ഇസ്രായേൽ കൈകൊടുക്കുന്നത്. എന്നാൽ വെടിനിർത്തലിന് എന്തൊക്കെ ധാരണകളിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ഐശ്വര്യ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്നും. ഐശ്വര്യ, സമാധാന പാതയ്ക്ക് കൈകൊടുക്കുകയാണ് ഇറാനും ഇസ്രായേലും. അപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത് എന്തെന്നാൽ വെടിനിർത്തൽ എന്തൊക്കെ ധാരണകളിൽ സമ്മതിച്ചു ഇരു രാജ്യങ്ങൾ എന്നുള്ളതാണ്. വിവരങ്ങൾ എങ്ങനെ? അശ്വതി, അങ്ങനെ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഇപ്പോൾ ഒരു സമാധാനം വന്നിരിക്കുകയാണ്, ഒരു അയവ് വന്നിരിക്കുകയാണ്. അതായത് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിരിക്കുകയാണ്. ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. തൻ്റെ സമൂഹമാധ്യമ പേജായ ട്രൂത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ഇന്ന് പുലർച്ചെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ ഒരു വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെയും ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഇറാൻ ബാഗ്ദാദിലെ US സൈനിക താവളത്തിലേക്ക് ആക്രമണം നടത്തുന്നു. കൂടാതെ ഇസ്രായേൽ ഈ ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും അടുത്ത 6 മണിക്കൂറിനകം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും 24 മണിക്കൂറിനകം യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപ് എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ആക്രമണങ്ങളും സംഘർഷങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിലും ഇറാൻ അപ്പോഴും സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഇസ്രായേൽ ആക്രമിച്ചാൽ അടിക്ക് തിരിച്ചടി ഞങ്ങൾ കൊടുത്തിരിക്കുമെന്നാണ് ഇറാൻ ഈ വാർത്തയോട് ആദ്യം പ്രതികരിച്ചത്. അതിനുശേഷം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും വാർത്താ മാധ്യമവും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് ഇറാൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകുകയാണ്. അതായത് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ്, പക്ഷേ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുമെന്നും ഇറാൻ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇസ്രായേലും ഈ വാർത്തയോട് സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. അതായത് ട്രംപ് എന്താണോ പറഞ്ഞത്
ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സംഘർഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യ കഴിഞ്ഞ 12 ദിവസമായി സംഘർഷങ്ങളുടെ നടുവിലായിരുന്നു. എന്നാൽ ഇനിയൊരു സമാധാനം പുലരുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകളൊക്കെയും പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്നലെ രാത്രി ഖത്തറിലേക്ക് ഇറാൻ്റെ ആക്രമണം നടത്തിയത്. ഖത്തറിലെ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ വലിയ സൈനിക താവളമുണ്ട്. അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നു. അതിനുശേഷം ട്രംപ് എങ്ങനെയാകും തിരിച്ചടിക്കുക എന്നായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രവചനങ്ങൾക്കൊക്കെ അതീതമാണ് എപ്പോഴും ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിന് വിപരീതമായി ട്രംപ് സമാധാനത്തിൻ്റെ പാതയിൽ യുദ്ധം അവസാനിക്കുകയാണ് എന്നാണ് ഇന്ന് പുലർച്ചെയോടെ ട്രംപ് പറയുന്ന ഒരു കാഴ്ചയുണ്ടായത്. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇവർ എന്തൊക്കെ ഉടമ്പടികളിൽ മേലാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ളത് ഉടമ്പടികളൊന്നും ഇതുവരെയും വ്യക്തമല്ല. അശ്വതി. ശരി, പശ്ചിമേഷ്യ സമാധാന പാതയിലേക്ക് പോകുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിക്കുന്നു. പശ്ചിമേഷ്യ ശാന്തമാകുന്നു. വിവരങ്ങളാണ് ഐശ്വര്യ നൽകിയത്. ഇറാൻ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളം ആക്രമിച്ചതോടെ കേരളത്തിൽ നിന്നുമുള്ള വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടാനുള്ള 17 വിമാന സർവീസുകളും കണ്ണൂരിൽ നിന്നുമുള്ള 12 സർവീസുകളും തിരുവനന്തപുരത്ത് നിന്നുമുള്ള 8 വിമാന സർവീസുകളുമാണ് റദ്ദാക്കിയത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളും റദ്ദാക്കി. ഇറാൻ ആക്രമണം ഖത്തറിലേക്കും വ്യാപിപ്പിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടാനുള്ള 8 വിമാനങ്ങളാണ് ഇന്ന് റദ്ദ് ചെയ്തത്. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങളും ഖത്തർ എയർവേസ്, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. വിമാന സർവീസ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് തിരിച്ചടിയായി. രാത്രി വരെ നമുക്ക് ഒരു അറിയിപ്പില്ല. രാവിലെയും ഞാൻ വിളിച്ചു, പല ട്രാവൽസിന് വിളിച്ചു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ക്യാൻസൽ ആണ്. അത് മുൻകൂട്ടി നമുക്ക് അറിഞ്ഞെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ വന്നിട്ടും വീണ്ടും തിരിച്ച് ഇത്രയും ടൈം വ്യവസ്ഥ നിന്നിട്ടാണ്. ഇപ്പോഴാണ് ഒരു ബോർഡിൽ രാവിലെ ഒരു 9 മണിയാവും ഇട്ടപ്പോഴേക്കും ക്യാൻസൽ എന്ന് പറഞ്ഞു. അത് നേരത്തെ അവർക്ക് ചെയ്യായിരുന്നല്ലോ. കൊച്ചിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള 17ഓളം വിമാന സർവീസുകളും റദ്ദാക്കി. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ജോയിൻ ചെയ്യേണ്ട ഡേറ്റുകളൊക്കെ അടുത്തല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്നാ ഫ്ലൈറ്റ് ഓപ്പൺ ആക്കുക എന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജോലി സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ അത് കണ്ണൂർ, കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളും റദ്ദു ചെയ്തു. ഇന്നലെ രാത്രി പുറപ്പെട്ട കണ്ണൂർ ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും തിങ്കളാഴ്ച രാത്രി 9-ന് ശേഷം ഗൾഫ് മേഖലയിലേക്കുള്ള വിമാനങ്ങൾ പോയിട്ടില്ല. 6 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടില്ല. കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ദോഹ, ജിദ്ദ, റാസൽ ഖൈമ, ബഹ്റൈൻ, മുംബൈ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിലേക്കുള്ള അബുദാബി, റിയാദ്, ദമാം, ദുബായ്, ഷാർജ, ജിദ്ദ, മസ്കറ്റ് സർവീസുകളും റദ്ദാക്കി. സാഹചര്യം കൈകാര്യം ചെയ്യാൻ വിമാനത്താവളങ്ങളിൽ പ്രത്യേക സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്നത് വ്യോമഗതാഗതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പുതിയ കരാർ വരുന്നു. 2000 കോടി രൂപയുടേതാണ് കരാർ. അവശ്യഘട്ടങ്ങളിൽ കാലതാമസം ഒഴിവാക്കി സൈന്യത്തിന് ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അഥവാ EP. ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തിന് നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള 13 കരാറുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സേനയുടെ ഭാഗമാക്കും. ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകൾ, മിസൈലുകൾ, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ, ചെറുകിട ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തരമായി വാങ്ങിക്കുന്നത്. സേനയെ ആധുനികവൽക്കരിക്കുകയും പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് എത്തിച്ചു. ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മന്ത്രി VN വാസവൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി അന്തിമോപചാരം അർപ്പിച്ചു. വിമാന അപകടത്തിന് ശേഷം 12ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരികെ നാട്ടിലെത്തിക്കുന്നത്. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മന്ത്രിമാരായ V ശിവൻകുട്ടിയും GR അനിലും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് 9:30 ജന്മനാടായ പുല്ലാട് എത്തിച്ചു. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടൻ പഠിക്കുന്ന ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലായിരുന്നു പൊതുദർശനത്തിന് ക്രമീകരണമൊരുക്കിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിച്ചു. ഏറെ വേദനയോടെ, ദുഃഖത്തോടെ
രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. ഈ വിഷമത്തിൽ, ഈ നാടിന്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെന്റും പങ്കുചേരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾ ആദരസൂചകമായി കടകൾ അടച്ചിട്ടു. 2 സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിക്കും. വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അടുത്ത ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും മാത്രമാകും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MA ബേബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJP നേതാവ് S സുരേഷ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ V രാജശേഖരൻ നായർ വ്യക്തമാക്കി. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. VSനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്പസമയത്തിനകം ആശുപത്രിയിലെത്തി VSനെ സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജ്ജം പകർന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ ഇതിഹാസം ഓർമ്മപ്പെടുത്തുന്ന ദിവസമെന്നും മോദി പറഞ്ഞു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും 1925 ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ये परिसर देश के इतिहास की एक अभूतपूर्व घटना को याद करने का साक्षी बन रहा है। एक ऐसी ऐतिहासिक घटना जिसने न केवल हमारे स्वतंत्रता आंदोलन को नई दिशा दी, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. മോദി ഗാന്ധിജിയുടെ പ്രതീകമെന്നും മതഭേദങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി രാജ്യത്ത് ഉണ്ടായിട്ടില്ല. മഠത്തോട് ഏറെ ആഭിമുഖ്യം അദ്ദേഹം പുലർത്തുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹം ആദ്യമായി ശിവഗിരിയിൽ വരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ 2013 അന്ന് ശിവഗിരിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം, യാതൊരു നോട്ടും കൂടാതെ 1 മണിക്കൂർ നേരം ചെയ്ത പ്രസംഗം ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ സംഭവമാണ്. നിലമ്പൂരിൽ ഇന്ന് UDFന്റെ വിജയാഘോഷം. ഉച്ചയ്ക്ക് 2 മണിക്ക് വോട്ടർമാരോട് നന്ദി പറയാൻ ആര്യാടൻ ഷൗക്കത്ത് റോഡ് ഷോയായി മണ്ഡലത്തിൽ പര്യടനം നടത്തും. ആര്യാടൻ ഷൗക്കത്തിന്റെ പിതൃസഹോദരന്റെ മരണത്തെ തുടർന്ന് ഇന്നലെ വിജയാഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. DCC പ്രസിഡന്റ് VS ജോയി ഉൾപ്പെടെയുള്ള നേതാക്കൾ പര്യടനത്തിന്റെ ഭാഗമാകും. നിലമ്പൂർ UDF തിരിച്ചുപിടിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കൂടി വിജയമാണ്. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജയം ഉറപ്പാക്കാൻ ഇത്തവണ ലീഗ് പ്രവർത്തകരും കൈമെയ് മറന്ന് ഒപ്പമുണ്ടായിരുന്നു. നിലമ്പൂരിലെ UDFന്റെ തിളക്കമാർന്ന വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം മുസ്ലിം ലീഗായിരുന്നു. നേരത്തെ പല തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിന് ലഭിക്കാറില്ല എന്ന് UDF ക്യാമ്പിൽ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു.
അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ലീഗിനെക്കുറിച്ചും തങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളെല്ലാം ലീഗ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ PV അൻവറിനായിരുന്നു അനുകൂലമായി വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം ആരോപണങ്ങൾക്ക് ഇടകൊടുക്കാതെ ശക്തമായി ലീഗ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം മണ്ഡലത്തിൽ സജീവമായി. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പ്രചരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നിലമ്പൂരിലെ UDFന്റെ വിജയം ലീഗിനെ സംബന്ധിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് 2026 അധികാര പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ ഈ സഹകരണം തന്നെയാണ് ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിലെ പിന്തുണയ്ക്ക് മുസ്ലിം ലീഗിനോട് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് രാവിലെ പാണക്കാടെത്തിയ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചാണ് ഷൗക്കത്ത് നന്ദി അറിയിച്ചത്. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിനേക്കാൾ മുൻപ് നിലമ്പൂരിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നുവെന്നും നേതൃത്വത്തിനോട് നന്ദി പറയുന്നതായും ഷൗക്കത്ത് പ്രതികരിച്ചു. അതാണ് അവിടെ ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം. ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. നിലമ്പൂരിലെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടുന്നു. ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാം. LDFന്റെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി. മലപ്പുറത്തെ വർഗീയമായി കാണുന്നതും ഉപയോഗിക്കുന്നതും UDF ആണെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. ഏറ്റവും വലിയ വർഗീയ കക്ഷി എന്ന് പറയുന്നത് BJP ആണ്, RSS ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു താങ്കൾ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ RSS BJP ആണോ ഏറ്റവും വലിയ വർഗീയ ഒരു ഇത്, അതോ കോൺഗ്രസ് ആണോ? വലുപ്പം നോക്കിയിട്ടല്ല വർഗീയത ഇളക്കുക. വർഗീയത ആശയമാണ്, അതിന്റെ വലുപ്പം അതിന്റെ വലുപ്പമാണ്. വലുപ്പം നോക്കിയിട്ടല്ല നിങ്ങളൊരു ആശയത്തെ എതിർക്കുന്നത്. ഇപ്പോ ഒരു ആശയത്തിന്റെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതല്ല, ആ ആശയം എത്ര അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്. ഒരാളെ ഉള്ളെങ്കിൽ പോലും തെറ്റായ ഒരു ആശയം രാഷ്ട്രീയത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനെ വിമർശിക്കണം. അതാണ് എൻ്റെ അത് വലുത് ഇത് ചെറുത് എന്നുള്ളതല്ല. വലുതും ചെറുതും തമ്മിൽ വ്യത്യാസം തോന്നുന്നു. ഭൂരിപക്ഷ വർഗീയതയാണ് RSS. സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വർഗീയതയുടെ നമ്മുടെ നിലമ്പൂരിൽ UDFന് ഗുണം ചെയ്തത് ഇടതുപക്ഷത്തിന്റെ RSS ബന്ധമെന്ന് MK മുനീർ. അതിന് കടപ്പെട്ടിരിക്കുന്നത് MV ഗോവിന്ദനോടെന്നും MK മുനീർ കോഴിക്കോട് പറഞ്ഞു. UDF ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കാലത്ത് കൂട്ടുകൂടിയവർ ആർക്കും അൽഷിമേഴ്സ് ബാധിച്ചെന്ന് കരുതരുതെന്നും മുനീർ പറഞ്ഞു. നമുക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ RSS ബന്ധമാണ്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററോടാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നത് അങ്ങ് വെളിപ്പെടുത്തിയോടുകൂടി ആളുകൾക്ക് വേറെ സംശയങ്ങളുടെ കാര്യമൊന്നുമില്ലല്ലോ. UDFും PDPയുമാണ് അവിശുദ്ധ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നതിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളവർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പം ഈ രാജ്യത്തുള്ളവർ ഒക്കെ അമ്നീഷ്യ ബാധിച്ചവരാണ്, അൾഷിമേഴ്സ് ബാധിച്ചവരാണ് എന്ന ധാരണയിൽ സംസാരിക്കരുത്. നിലമ്പൂരിലെ UDF വിജയം സാങ്കേതികമെന്ന് BJP. വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവനയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം രാജ്യവ്യാപകമായി ചർച്ചയാക്കുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് പറഞ്ഞു. വോട്ട് കൂടിയത് NDA മുന്നണിക്ക് മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, വോട്ടിന് വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് പാർട്ടി എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തരൂരിനെ പോലെ മുതിർന്ന നേതാവിനെ കുറിച്ച് താൻ ഒന്നും പറയില്ല. AICC ആണ് നിലപാട് പറയേണ്ടതെന്നും VD സതീശൻ വ്യക്തമാക്കി. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വന്നിട്ടുള്ള ആദ്യ ദിവസമാണ് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയുണ്ട്, മറ്റു ചില പരിപാടികളെല്ലാം ഉണ്ട്.
ഇനി ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എല്ലാം ഈ ആഴ്ചയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDFും കോൺഗ്രസും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഇലക്ഷൻ കാരണം ഒന്ന് ഞങ്ങൾ കുറച്ച് സ്ലോ ആക്കിയതാണ്. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ വേഗത്തിലാക്കി മുന്നോട്ട് പോകും. കോഴിക്കോട് തിരുവമ്പാടിയിൽ സ്കൂളിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. പൊന്നാങ്കയം SNA UP സ്കൂളിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. LKG UKG ക്ലാസുകൾ പൂർണ്ണമായും തകർന്നു. രാവിലെ 8:30 സംഭവം. സ്കൂൾ ആരംഭിക്കുന്നതിന് മുൻപായതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ജൂലൈ 10 പൂർത്തിയാകും. 86 ദിവസത്തിനുള്ളിലാണ് മിനുക്കുപണികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുക. കാലവർഷ പ്രതിസന്ധി മറികടന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സർക്കാരിന് ഉറപ്പു നൽകി. മാർച്ച് 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ഏപ്രിൽ 5 മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം കഴിഞ്ഞാൽ മാതൃകാ വീട് ഗുണമേന്മ ബോധ്യപ്പെടുത്താൻ പ്രദർശിപ്പിക്കും. ഗുണഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഗുണമേന്മ പരിശോധിക്കാം. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലാണ് ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ കെൽപ്പുള്ള വീട് ഉയരുന്നത്. വാർപ്പ് പൂർത്തിയാക്കിയ വീടിന്റെ വയറിംഗിന്റെയും പ്ലംബിംഗിന്റെയും പ്രവൃത്തി ആരംഭിച്ചു. ടൗൺഷിപ്പിലെ ആദ്യ സോണിലെ 140 വീടുകളിൽ ഒന്നാണ് മാതൃകാ വീട്. മുഴുവൻ വീടുകളും ഇതേ മാതൃകയിലാണ് ഉയരുന്നത്. 5 സോണുകളിലായി 400-ലധികം വീട് ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രവൃത്തി നടക്കുകയാണ്. ആഗസ്റ്റിനുള്ളിൽ 100 വീടിന്റെ വാർപ്പാണ് ലക്ഷ്യം. നവംബർ അവസാനത്തോടെ ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളും ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ശ്രമം. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷനിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് യുവാവിന്റെ പരാതി. പട്ടിക കൊണ്ട് തലയുടെ പിറകിൽ ഉൾപ്പെടെ അടിച്ചതായാണ് പരാതി. 20-കാരനായ ബേപ്പൂർ സ്വദേശി അനന്തുവാണ് മർദ്ദനത്തിന് ഇരയായത്. അതേസമയം അനന്തുവും സുഹൃത്ത് അർജുനും എതിരെ കഞ്ചാവ് വലിച്ചതിന് ബേപ്പൂർ പോലീസ് കേസെടുത്തു. അനന്തുവിനെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവറെ പോലീസ് പിടികൂടി. മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ബസ് ഓടിച്ച വിപിനാണ് പിടിയിലായത്. കുട്ടികളെ കൂട്ടാൻ പോകവെയായിരുന്നു വാഹന പരിശോധന. വിപിൻ മദ്യപിച്ചു എന്ന് തെളിഞ്ഞതോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലേക്ക് എത്തിച്ചു. നിരവധി തവണ മാറ്റിവെച്ച ആക്സിയം 4 ദൗത്യം നാളെ വിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. ജൂൺ 22 നിശ്ചയിച്ചിരുന്ന ദൗത്യം 6ാം തവണയും നാസ മാറ്റിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ വഹിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ഒടുവിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നത്. മെയ് 29 ആദ്യ വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. പിന്നീട് ജൂൺ 8 മാറ്റിയിരുന്നു. തുടർന്ന് ജൂൺ 10 11 മാറ്റിയിരുന്നു. പിന്നെയും വൈകിയ വിക്ഷേപണം ജൂൺ 19 22 മാറ്റിയിരുന്നു. കായിക വാർത്തകൾ നോക്കാം. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 371 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് 364 അവസാനിച്ചു. KL രാഹുലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചുറികളാണ് ഇന്ത്യക്ക് തുണയായത്. ഋഷഭ് പന്ത് 118 റൺസ് എടുത്തു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. 4ാം ദിവസം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.